അതായത് ബൽദേവേ, ഇപ്പോൾ ബൽദേവ് പറഞ്ഞ കാര്യത്തിൽ തന്നെ അതിൻ്റെ കോൺട്രാഡിക്ഷൻ ഉണ്ട്. ചില കേസുകളിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നീതിയുക്തമായി അന്വേഷിക്കും. അവർ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ കണക്കിലെടുക്കാറില്ല. ചില കേസുകൾ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് നീതിയുക്തമായി അന്വേഷിക്കാൻ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അന്വേഷണം നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. ഇനി ചില കേസുകളിൽ എന്തൊക്കെ പറഞ്ഞാലും ശരി, ചില കേസുകളിൽ ശിക്ഷിക്കാതിരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ വരും. ഇതൊക്കെ നമ്മളൊക്കെ കോടതിയിൽ പോകുന്ന ആളുകളല്ലേ. വാസ്തവത്തിൽ ബൽദേവിനോട് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ ചോദ്യത്തിൻ്റെയും കൂടി ഉത്തരം കിട്ടിയതിന് ശേഷം ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാം. പോപ്പുലർ ഫ്രണ്ട് ഒരു മതഭീകര സംഘടനയാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ, ബൽദേവിനുണ്ടോ? പോപ്പുലർ ഫ്രണ്ട് ഒരു മതഭീകരവാദ സംഘടനയാണ്. അത് തന്നെ, ഇങ്ങനെയുള്ള സംഘടനകളൊന്നും ഇടതുപക്ഷം അംഗീകരിക്കുന്നില്ല. യാതൊരു കാരണവശാലും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ അതിനൊന്നും സാധൂകരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരും പ്രസ്താവന കൊടുക്കുകയും ബൽദേവ് എൻ്റെ ചോദ്യമാണല്ലോ. എൻ്റെ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയും. നമ്മൾ കോടതിയിൽ കൃത്യമായി ഉത്തരം പറയണം എന്ന് പറയാറുണ്ടല്ലോ. അതുകൊണ്ട് കൃത്യമായി ഉത്തരം പറയും. ഇടതുപക്ഷം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം മതഭീകര സംഘടനയാണോ പോപ്പുലർ ഫ്രണ്ട് എന്ന ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ആണോ ബൽദേവ്? ആണോ അല്ലയോ അത് പറഞ്ഞാൽ മതി. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ കോടതി ചോദിക്കുന്ന ചോദ്യം ഒന്നുകിൽ ആണ് അല്ലെങ്കിൽ അല്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഇടതുപക്ഷത്തെ കുറിച്ചല്ല ചോദിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ട് മതഭീകര സംഘടനയാണോ അല്ലയോ? അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പറയുന്ന അഭിപ്രായങ്ങൾ, ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ. ചേട്ടാ, ഞാൻ ചോദിച്ചല്ലോ താങ്കളോട് പോപ്പുലർ ഫ്രണ്ട്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറയേ. ഞാൻ പറഞ്ഞല്ലോ തീവ്രവാദ സംഘടനയാണ്, മതഭീകര സംഘടനയാണോ അല്ലയോ അത് പറഞ്ഞാൽ മതി. ഞാനതിൽ നിർത്താൻ ചോദിച്ചുള്ളൂ. ഞങ്ങൾ തീവ്രവാദ സംഘടന പോപ്പുലർ ഫ്രണ്ട് അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഈ സംഘടന. ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ശരി, നിങ്ങൾ അംഗീകരിക്കണ്ട. ഇനി എൻ്റെ രണ്ടാമത്തെ ചോദ്യമല്ല, ഇനി ഞാൻ രണ്ടാമത് പറയാം. 2018 ഫെബ്രുവരി മാസം 7-ാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാധ്യമങ്ങൾ ചോദിച്ചു ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നിരോധനവുമായി ബന്ധപ്പെട്ട്. അന്ന് പോപ്പുലർ ഫ്രണ്ടിനെ എന്തിന് നിരോധിക്കണം? എന്തിനാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കേണ്ടത്? പോപ്പുലർ ഫ്രണ്ടിനെ അല്ല നിരോധിക്കേണ്ടത്, RSSനെയാണ് നിരോധിക്കേണ്ടത്. മതഭീകര സംഘടന RSS ആണ് എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഉത്തരം. അതിൻ്റെ അർത്ഥം എന്താ? താങ്കളിപ്പോൾ പറഞ്ഞു പോപ്പുലർ ഫ്രണ്ട് ഒരു മതഭീകര സംഘടനയാണെന്ന്. താങ്കൾ ഇവിടെ LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിച്ചു. പക്ഷേ LDFൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് മതഭീകര സംഘടന അല്ല എന്നാണ്. അതെന്തിനു നിരോധിക്കണം? യഥാർത്ഥ മതഭീകര സംഘടന RSS ആണ്. ഈ കാര്യമാണ് പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം ആണ് അദ്ദേഹം അന്ന് നൽകിയത്.